സദാശിവാവതാരം. ലോകത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞപ്പോൾ ജനങ്ങൾ ശാന്തിക്കായി കരഞ്ഞു. രോഗങ്ങൾ, യുദ്ധങ്ങൾ, ദാരിദ്ര്യം എല്ലാം ചേർന്ന് മനുഷ്യരെ പീഡിപ്പിച്ചു. അപ്പോൾ പരമേശ്വരൻ സദാശിവ രൂപത്തിൽ അവതരിച്ചു. സദാശിവൻ എന്നാൽ സദാശിവം, എപ്പോഴും മംഗളകരം എന്നർത്ഥം. ശാന്തമായ രൂപത്തിൽ കരുണാനിധിയായി സദാശിവൻ ഭക്തരെ ആശ്വസിപ്പിച്ചു. രോഗികളെ സൗഖ്യമാക്കി, പാവങ്ങൾക്ക് അഭയം നൽകി, ദുഃഖിതരുടെ കണ്ണീർ തുടച്ചു. സദാശിവന്റെ സാന്നിധ്യം മാത്രം പോരെ ഹൃദയങ്ങളിൽ സമാധാനം വന്നു. സദാശിവൻ പഠിപ്പിച്ചത് ദൈവം എപ്പോഴും മംഗളത്തിന്റേതാണ്, ദുഃഖത്തിനകത്തും ആശ്വാസം കണ്ടെത്താമെന്നും. ഈശ്വരാവതാരം. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ആരാണ് നിർണയിക്കുന്നത്? സൂര്യൻ എന്തിനാണ് ഉദിക്കുന്നത്? നക്ഷത്രങ്ങൾ എങ്ങനെ ചലിക്കുന്നു? ഋതുക്കൾ എന്തിനാണ് മാറുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മഹർഷിമാർ തപസ് ചെയ്തു. അപ്പോൾ പരമശിവൻ ഈശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈശ്വരൻ എന്നാൽ എല്ലാത്തിന്റെയും നിയന്താവ് എന്നർത്ഥം. ദിവ്യ തേജസ്സോടെ സർവശക്തനായി ഈശ്വരൻ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ വിശദീകരിച്ചു. ഗുരുത്വാകർഷണം, സമയം, ഇടം എല്ലാം തന്റെ നിയന്ത്രണത്തിലാണെന്ന് കാണിച്ചു. ഗ്രഹങ്ങളെ ഭ്രമണം ചെയ്യിക്കുന്നതും ജീവജാലങ്ങളുടെ ജീവിതചക്രം നിയന്ത്രിക്കുന്നതും തന്നെയാണെന്ന് ഈശ്വരൻ വെളിപ്പെടുത്തി. ഈശ്വരാവതാരം പഠിപ്പിച്ചത് പ്രപഞ്ചം അരാജകമല്ല, ഒരു ദിവ്യ നിയമം അതിനെ നയിക്കുന്നുണ്ടെന്നും. വിജയാവതാരം. ദേവാസുര സംഗ്രാമം നൂറ്റാണ്ടുകളായി നീണ്ടുനിന്നു. അസുരരുടെ ശക്തി വർദ്ധിച്ചു. ദേവന്മാർ പരാജയത്തിന്റെ വക്കിലെത്തി. സ്വർഗം പിടിച്ചെടുക്കപ്പെടാൻ പോകുന്നു. ഇന്ദ്രൻ സഹിതം എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി പരമശിവനെ പ്രാർത്ഥിച്ചു. പ്രഭു, നീതിക്ക് ജയം നൽകണമേ എന്നവർ യാചിച്ചു. അപ്പോൾ ശിവൻ വിജയരൂപത്തിൽ അവതരിച്ചു. വിജയൻ എന്നാൽ വിജയത്തിന്റെ ദാതാവ് എന്നർത്ഥം. യുദ്ധകളത്തിൽ വിജയൻ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർക്ക് ശക്തി നൽകി. അവരുടെ ആയുധങ്ങൾ അനുഗ്രഹിച്ചു. യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിച്ചു. വിജയന്റെ അനുഗ്രഹത്താൽ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തി. വിജയാവതാരം പഠിപ്പിച്ചത് നീതിക്ക് എപ്പോഴും ജയമുണ്ടാകുമെന്നും ധർമ്മത്തോടൊപ്പം ദൈവം എപ്പോഴും നിൽക്കുമെന്നും. സുഖദാവതാരം. ലോകത്തിൽ സന്തോഷം എന്ന വികാരം ഇല്ലാതായി. മനുഷ്യർ ഭൗതിക സമ്പത്തിനായി പായുന്നു, എന്നാൽ സന്തോഷം കണ്ടെത്തുന്നില്ല. രാജാക്കന്മാർക്ക് കൊട്ടാരങ്ങളുണ്ട്, എന്നാൽ സമാധാനമില്ല. സമ്പന്നർക്ക് സ്വർണമുണ്ട്, എന്നാൽ സുഖമില്ല. യഥാർത്ഥ സന്തോഷം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പരമശിവൻ സുഖദ രൂപത്തിൽ അവതരിച്ചു. സുഖദൻ എന്നാൽ സുഖം പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. സന്യാസിയുടെ വേഷത്തിൽ സുഖദൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിച്ചു. സന്തോഷം പുറത്തല്ല, ഉള്ളിലാണ് എന്ന് പഠിപ്പിച്ചു. ധ്യാനം, ഭക്തി, ആത്മീയത ഇവയാണ് യഥാർത്ഥ സുഖത്തിന്റെ മാർഗമെന്ന് വെളിപ്പെടുത്തി. സുഖദൻ പഠിപ്പിച്ചത് ആത്മീയ ആനന്ദം ശാശ്വതമാണെന്നും ഭൗതിക സുഖം ക്ഷണികമാണെന്നും. നാഗേശ്വരാവതാരം. സർപ്പങ്ങളോട് മനുഷ്യർക്ക് എപ്പോഴും ഭയമുണ്ടായിരുന്നു. വിഷമുള്ള സർപ്പങ്ങൾ ജീവൻ എടുക്കുന്നു എന്ന പേടിയിൽ ജനങ്ങൾ അവയെ കൊല്ലാൻ തുടങ്ങി. സർപ്പജാതി നശിക്കാൻ തുടങ്ങി. അപ്പോൾ സർപ്പരാജാവായ വാസുകി പരമശിവനെ പ്രാർത്ഥിച്ചു. പ്രഭു, എന്റെ വംശം രക്ഷിക്കണമേ എന്ന് യാചിച്ചു. പരമശിവൻ നാഗേശ്വര രൂപത്തിൽ അവതരിച്ചു. നാഗേശ്വരൻ എന്നാൽ സർപ്പങ്ങളുടെ രാജാവ് എന്നർത്ഥം. കഴുത്തിൽ സർപ്പഹാരം ധരിച്ച് നാഗേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. സർപ്പങ്ങൾ ദോഷകാരികളല്ല എന്ന് പഠിപ്പിച്ചു. അവ പ്രകൃതിയുടെ സന്തുലനത്തിന് അനിവാര്യമാണെന്ന് വെളിപ്പെടുത്തി. വിഷം പോലും ശരിയായി ഉപയോഗിച്ചാൽ ഔഷധമാകും എന്ന് കാണിച്ചു. നാഗേശ്വരൻ പഠിപ്പിച്ചത് ഭയം അജ്ഞാനത്തിൽ നിന്നാണ് ജനിക്കുന്നത്, ജ്ഞാനത്താൽ ഭയത്തെ അകറ്റാമെന്നും. ഭൈരവാവതാരം. ബ്രഹ്മാവിന്റെ 5ാമത്തെ തല അഹങ്കാരത്തിൽ നിറഞ്ഞു. ഞാനാണ് സൃഷ്ടാവ്, ഞാൻ ശിവനേക്കാൾ ശ്രേഷ്ഠൻ എന്നത് പ്രഖ്യാപിച്ചു. ദേവന്മാർ പോലും ബ്രഹ്മാവിന്റെ അഹങ്കാരത്തിൽ ഭയപ്പെട്ടു. അഹങ്കാരം നശിപ്പിക്കാനും കാലത്തെയും മരണത്തെയും നിയന്ത്രിക്കാനും പരമശിവൻ ഭൈരവ രൂപത്തിൽ അവതരിച്ചു. ഭയങ്കരമായ രൂപത്തിൽ കറുത്ത ശരീരവും ചുവന്ന കണ്ണുകളുമായി ഭൈരവൻ പ്രത്യക്ഷപ്പെട്ടു. കൈയിൽ ത്രിശൂലവും നരപാലവും ധരിച്ച് അവിടുന്ന് ബ്രഹ്മാവിന്റെ 5ാമത്തെ തല ഛേദിച്ചു. ആ തല ഭൈരവന്റെ കൈയിൽ പറ്റിപ്പിടിച്ചു, പാപത്തിന്റെ ഭാരം വഹിക്കാൻ. കാശിയിലെത്തിയപ്പോൾ മാത്രം ആ തല വീണു. പാപം മോചിതമായി. ഭൈരവൻ കാലഭൈരവനായി, കാലത്തിന്റെ നാഥനായി, മരണത്തെ നിയന്ത്രിക്കുന്നവനായി. ഭൈരവാവതാരം പഠിപ്പിച്ചത് അഹങ്കാരത്തിന് ശിക്ഷ കിട്ടും, കാലം എല്ലാവരെയും നിയന്ത്രിക്കുമെന്നും. ഗോപാലാവതാരം. ലോകത്തിൽ അക്രമവും കൊലപാതകവും വർദ്ധിച്ചു.
ജീവജാലങ്ങളോട് മനുഷ്യർക്ക് കരുണയില്ലാതെയായി. പശുക്കളെ പീഡിപ്പിക്കുന്നു, മൃഗങ്ങളെ വേട്ടയാടുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു. സകല ജീവികളോടും സ്നേഹം പഠിപ്പിക്കാൻ പരമശിവൻ ഗോപാലരൂപത്തിൽ അവതരിച്ചു. ഗോപാലൻ എന്നാൽ ഇടയൻ, പശുക്കളെ സംരക്ഷിക്കുന്നവൻ എന്നർത്ഥം. ഗോകുലത്തിൽ ഒരു സാധാരണ ഇടയന്റെ വേഷത്തിൽ അവിടുന്ന് ജീവിച്ചു. പശുക്കളെ സ്നേഹിച്ചു, അവയെ പരിപാലിച്ചു, അവയുടെ സേവനം ചെയ്തു. മൃഗങ്ങളോടും പക്ഷികളോടും ചെടികളോടും സ്നേഹത്തോടെ പെരുമാറി. ഗോപാലൻ കാണിച്ചു തന്നത് എല്ലാ ജീവികളും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും അവയോട് കരുണ കാണിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണെന്നും. പശുക്കൾ അമ്മയ്ക്ക് തുല്യമാണ്, അവയെ സംരക്ഷിക്കുന്നത് പുണ്യമാണെന്ന് ഗോപാലാവതാരം പഠിപ്പിച്ചു. അത്രി അവതാരം. വേദജ്ഞാനം ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി. മുനിമാർ വേദങ്ങൾ മറന്നു. യജ്ഞങ്ങൾ നിർവഹിക്കപ്പെടാതെയായി. ആത്മീയത മരവിച്ചു. വേദസത്യം വീണ്ടും സ്ഥാപിക്കാൻ പരമശിവൻ അത്രി മഹർഷിയുടെ പുത്രനായി അവതരിച്ചു. ഇത് അത്രി അവതാരമാണ്. മഹർഷിയുടെ കുടുംബത്തിൽ ജനിച്ച ശിവൻ ചെറുപ്പം മുതലേ അസാധാരണ ജ്ഞാനം പ്രകടിപ്പിച്ചു. വേദമന്ത്രങ്ങൾ ഓർമ്മിപ്പിച്ചു, പുതിയ സൂക്തങ്ങൾ രചിച്ചു, യജ്ഞവിധികൾ പഠിപ്പിച്ചു. ഋഷികുലത്തിൽ നിന്ന് അവിടുന്ന് ജ്ഞാനം പ്രചരിപ്പിച്ചു. ദേശാടനം ചെയ്ത് എല്ലാ ആശ്രമങ്ങളിലും വേദോപദേശം നടത്തി. അത്രി അവതാരം പഠിപ്പിച്ചത് വേദങ്ങൾ ശാശ്വത സത്യമാണെന്നും ആത്മീയ ജ്ഞാനം തലമുറകളിലേക്ക് കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും. ജടാധാരി അവതാരം. ഭൂമിയിൽ പാപങ്ങൾ വർദ്ധിച്ചു. നദികൾ മലിനമായി, വായു കലുഷിതമായി, ജലം കുടിക്കാൻ അയോഗ്യമായി. ജനങ്ങൾ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടു. ലോകത്തെ ശുദ്ധീകരിക്കാൻ പരമശിവൻ അവസാന അവതാരമെടുത്തു, ജടാധാരി രൂപത്തിൽ. ജടയിൽ ഗംഗാദേവിയെ ധരിച്ച് നീലകണ്ഠനായി ഭസ്മധാരിയായി അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അധപ്പതിക്കുന്ന ഗംഗയുടെ ഭീകരശക്തിയെ തന്റെ ജടയിൽ സ്വീകരിച്ചു. ജടാജൂടത്തിലൂടെ ഗംഗ പതുക്കെ ഒഴുകി ഭൂമിയിലെത്തി. ഗംഗാജലം ഭൂമിയെ ശുദ്ധീകരിച്ചു, പാപങ്ങളെ കഴുകിക്കളഞ്ഞു, രോഗങ്ങളെ സുഖപ്പെടുത്തി. ഗംഗാസ്നാനം ചെയ്യുന്നവരുടെ പാപങ്ങൾ നശിച്ചു. ജടാധാരി അവതാരം പഠിപ്പിച്ചത് ശുദ്ധജലം ജീവന്റെ അടിസ്ഥാനമാണെന്നും പാപമോചനത്തിന് ദൈവാനുഗ്രഹം ആവശ്യമാണെന്നും. 19 അവതാരങ്ങളിലൂടെയും പരമശിവൻ ഭൂമിയിൽ വന്ന് ധർമ്മം സ്ഥാപിച്ചു. ഓരോ അവതാരവും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിരുന്നു. അഹങ്കാരം നശിപ്പിക്കൽ, അസുരന്മാരെ സംഹരിക്കൽ, ഭക്തി പഠിപ്പിക്കൽ, ജ്ഞാനം പ്രദാനം ചെയ്യൽ, ജീവശക്തി നൽകൽ, കുടുംബബന്ധം കാത്തുസൂക്ഷിക്കൽ, ധർമ്മമാർഗം കാണിക്കൽ, അധർമ്മം നശിപ്പിക്കൽ, പുനർസൃഷ്ടി നടത്തൽ, ശാന്തി പ്രദാനം ചെയ്യൽ, പ്രപഞ്ച നിയമങ്ങൾ നിർണയിക്കൽ, വിജയം സമ്മാനിക്കൽ, ആത്മീയ ആനന്ദം പകരൽ, ഭയമകറ്റൽ, കാലത്തെ നിയന്ത്രിക്കൽ, ജീവസ്നേഹം പഠിപ്പിക്കൽ, വേദജ്ഞാനം പ്രചരിപ്പിക്കൽ, പാപമോചനം നൽകൽ. ഈ അവതാരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പരമശിവൻ എപ്പോഴും ഭക്തരോടൊപ്പമുണ്ട് എന്നാണ്. കഷ്ടത വന്നാൽ ആശ്വാസം നൽകാൻ, അധർമ്മം വന്നാൽ നശിപ്പിക്കാൻ, അജ്ഞത വന്നാൽ ജ്ഞാനം പകരാൻ ശിവൻ വിവിധ രൂപങ്ങളിൽ എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കായി വരുന്നു. കൈലാസത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് പരമേശ്വരൻ ഇപ്പോഴും നമ്മെ നിരീക്ഷിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് വീണ്ടും അവതരിക്കും, വീണ്ടും ധർമ്മം സ്ഥാപിക്കും, വീണ്ടും നമ്മെ രക്ഷിക്കും. ഓം നമഃ ശിവായ. ഹരഹര മഹാദേവ. ഇങ്ങനെയാണ് ശിവന്റെ 19 അവതാര കഥകൾ നമ്മോട് ധർമ്മം, ഭക്തി, ജ്ഞാനം എന്നിവ പഠിപ്പിക്കുന്നത്. ഈ കഥകൾ തലമുറകളിലേക്ക് കൈമാറുക, ശിവഭക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഓം നമഃ ശിവായ. ഹരഹര മഹാദേവ.